UDF സ്വതന്ത്രൻ മറുകണ്ഠം ചാടിയതിന് പിന്നാലെ പാലാ കരൂർ പഞ്ചായത്ത് ഭരണം LDFന്. UDF സ്വതന്ത്രൻ പ്രിൻസ് കുര്യത്തിനെ പ്രസിഡന്റാക്കിയാണ് LDF അധികാരമുറപ്പിച്ചത്. ജോസി ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസി, കരൂർ പഞ്ചായത്തിൽ ശരിക്കും എന്താണ് സംഭവിച്ചത്? അജി, പതിറ്റാണ്ടുകളായി പാലാ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കരൂർ പഞ്ചായത്ത് LDFന്റെ കൈവശമാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ശക്തമായ വേരോട്ടമുള്ള സ്ഥലമാണ് കരൂർ പഞ്ചായത്ത്. പക്ഷേ ഇത്തവണ 9 സീറ്റുകൾ നേടി UDF. അതൊരു UDF സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയാണ് UDF 9 സീറ്റുകൾ നേടി ഭരണം ഉറപ്പിച്ചത്. ഇന്ന് രാവിലെ വരെയും UDF ഭരണം ഉറപ്പിച്ചിരുന്നു. പക്ഷേ UDFന്റെ ഈ സ്വതന്ത്ര അംഗത്തെ മറുകണ്ഠം ചാടിച്ചാണ് LDF ഇപ്പോൾ അവിടെ ഭരണം പിടിച്ചിരിക്കുന്നത്. 9-8 എന്നുള്ളതായിരുന്നു നേരത്തെ കക്ഷിനില. അങ്ങനെ UDF സ്വതന്ത്രനായ പ്രിൻസ് കുര്യാത്ത് LDFിലേക്ക് പോയതോടുകൂടി LDFന് 9 അംഗങ്ങളുടെ പിന്തുണയും കേവല ഭൂരിപക്ഷം ലഭിച്ചു. അങ്ങനെ LDF ഈ UDF സ്വതന്ത്ര അംഗത്തെ പ്രസിഡന്റാക്കി ഭരണം ഉറപ്പിക്കുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞയ്ക്കടക്കം UDF അംഗങ്ങളോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത ആളാണ് പെട്ടെന്ന് മറുകണ്ഠം ചാടിയത്. അതോടൊപ്പം തന്നെ ഈ UDFന്റെ പാർലമെന്ററി പാർട്ടിയുടെ മിനിറ്റ്സ് യോഗത്തിലടക്കം ഒപ്പിട്ട് തീരുമാനങ്ങളൊക്കെ എടുത്ത ആളെയാണ് UDFിൽ നിന്നും LDF ചാടിച്ചു കൊണ്ടുപോയത്. നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ പ്രിൻസ് കുര്യാത്തി LDF സ്വതന്ത്രൻ UDF സ്വതന്ത്രൻ ആദ്യഘട്ടം UDFനോട് പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ UDF പറഞ്ഞിരുന്നത് ഒരു തവണ കൊടുക്കാം, ആദ്യ ടൈം കൊടുക്കാൻ സാധിക്കില്ല, പിന്നീട് പരിഗണിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും പ്രിൻസ് മറുകണ്ഠം ചാടുമെന്ന് UDF കരുതിയിരുന്നില്ല. പക്ഷേ പൊടുന്നനെയാണ് ഇത്തരത്തിലൊരു നീക്കമുണ്ടായത്. അതിന് സമാനമായി തന്നെ മൂന്നിലവ് പഞ്ചായത്തിൽ മറ്റൊരു അട്ടിമറി നീക്കം ഉണ്ടായി. പക്ഷെ അതിവിടെ ടോസിലൂടെ LDF ഭരണം പിടിക്കുകയായിരുന്നു. CPI സ്വതന്ത്രയെ UDF അടർത്തി മാറ്റി ഒപ്പം നിർത്തി. അങ്ങനെ ഒപ്പത്തിനൊപ്പം LDFും UDFും എത്തി. പിന്നീട് ടോസ് ചെയ്തപ്പോൾ അത് LDFന് അനുകൂലമായി ടോസ് ലഭിക്കുകയും ചെയ്തു. മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി തന്നെ അവിടെ വനിതാ സ്ഥാനാർത്ഥി ആയി ജയിച്ചു വന്ന ആൾ മൂന്നിലവ് പഞ്ചായത്തിൽ ഭരണം ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പാലാ നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള 2 പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് ഇന്നുണ്ടായത്. ഇന്നലെ നമ്മൾ കണ്ടതാണ്. സംസ്ഥാന രാഷ്ട്രീയം പോലും ശ്രദ്ധിച്ചിരുന്ന പാലാ നഗരസഭാ ഭരണത്തിൽ സ്വതന്ത്രന്റെ പിന്തുണയോടെ UDF എത്തി. അവിടെ 21-കാരിയായ ദിയ പുളിക്കക്കണ്ടം ചെയർപേഴ്സൺ ആകുന്നത് നമ്മൾ കണ്ടു. അങ്ങനത്തെ അത്തരത്തിലുള്ള ചില നിർണായക നീക്കങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലാ നിയമസഭാ മണ്ഡലത്തിലുണ്ടായത് കേരള കോൺഗ്രസ് രാഷ്ട്രീയവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സംഭവങ്ങളായതിനാലാണ് അതിന് വലിയ വാർത്താ പ്രാധാന്യവും ഉണ്ടാകുന്നത്. അജി.